മുനമ്പം വഖഫ് ഭൂമി വിഷയത്തിൽ സർക്കാർ ഒളിച്ചു കളിക്കാതെ സ്ഥലം വഖഫ് ബോർഡിനെ ഏൽപ്പിക്കുകയും അവിടെ താമസിക്കുന്ന ജനങ്ങളെ പുനരധിവസിപ്പിക്കുവാനുള്ള സംവിധാനങ്ങൾ കണ്ടെത്തുകയും ചെയ്യണമെന്ന് അൽ ഹസനി അസോസിയേഷൻ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി ആവശ്യപ്പെട്ടു. മുനമ്പം വഖഫ് ഭൂമി കയ്യേറ്റം ഒരു വസ്തുതർക്കം എന്ന നിലയിൽ പരിഹരിക്കപ്പെടേണ്ട ഒരു വിഷയമാണ്. അതിനപ്പുറത്തേക്ക് ഇതൊരു സാമുദായിക പ്രശ്നമാക്കി ഉയർത്തിക്കൊണ്ടുവരാനും ഭരണകൂടത്തെയും നിയമ സംവിധാനങ്ങളെയും സമ്മർദ്ദത്തിലാക്കുവാനുമുള്ള നീക്കങ്ങൾ അപലപനീയമാണെന്ന് യോഗം അഭിപ്രായപ്പെട്ടു. സിദ്ദിഖ് സേട്ട് എന്ന ഉന്നതനും ദാനശീലനുമായ ഒരു വ്യക്തി 1950 ഇടപ്പള്ളി സബ് രജിസ്ട്രാർ 2115 നമ്പർ ആധാരപ്രകാരം കോഴിക്കോട് ഫാറൂഖ് കോളേജിന് വഖഫ് ചെയ്തു നൽകി. ഈ വഖഫ് ഭൂമി ശരിയായി പരിപാലിക്കാതെ വന്നപ്പോൾ സംഭവിച്ച അനധികൃത കയ്യേറ്റങ്ങൾക്കെതിരെ ഫാറൂഖ് കോളേജ് പറവൂർ കോടതിയിൽ നിയമ നടപടികളും ആരംഭിച്ചു. പിന്നീട് ഫാറൂഖ് കോളേജിൻ്റെ അനാസ്ഥയും കെടുകാര്യസ്ഥതയും മൂലം കയ്യേറ്റക്കാരുടെയും റിസോർട്ട് മാഫിയയുടെയും ഒരു കോളനിയായി ഈ വഖഫ് ഭൂമി മാറുകയും ചെയ്തു. പല താൽപ്പര്യങ്ങൾക്കും വിധേയരായിട്ടാണ് ഫാറൂഖ് കോളേജ് അധികൃതർ ഈ കൊടും വഞ്ചനയ്ക്ക് കൂട്ടുനിന്നത്. വസ്തുതകൾ ഇങ്ങനെ ആയിരിക്കെ വഖഫ് സ്വത്ത് സംരക്ഷിക്കേണ്ട ബാധ്യത മുസ്ലിം സമുദായത്തിനുണ്ട്. രാജ്യത്തെ നിയമങ്ങൾ അതിന് മതിയായതുമാണ്. ഫാറൂഖ് കോളേജിലൂടെ ആരെങ്കിലും വഞ്ചിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ കോളേജ് അധികാരികളിൽ നിന്നും നഷ്ടം ഈടാക്കാവുന്നതാണ്. മുസ്ലിം സമുദായത്തിൻ്റെ നീതിയിൽ അധിഷ്ഠിതമായ പിന്തുണ ഈ കാര്യത്തിൽ ഉണ്ടാകും. ഒരു വസ്തുതർക്കം എന്നതിനപ്പുറം തങ്ങളുടെ തിണ്ണമെടുക്കും സംഘടനാശേഷിയും ഉപയോഗിച്ച് പ്രശ്നങ്ങളെ വഴിതിരിച്ചു വിടാനും ഭരണകൂടത്തെയും നിയമ സംവിധാനങ്ങളെയും സമ്മർദ്ദത്തിലാക്കാനുമുള്ള കുതന്ത്രങ്ങൾ ഗുണകരമല്ല. ഇത് രാജ്യത്ത് നിലനിൽക്കുന്ന സൗഹാർദ്ദ അന്തരീക്ഷത്തിന് വിഘാതമാവുമെന്ന് ഉത്തരവാദിത്തപ്പെട്ടവർ തിരിച്ചറിയണം. ഈ കാര്യത്തിൽ മുസ്ലിം സമുദായത്തിൻ്റെ മൗനം ഒരു ദൗർബല്യമായി കണക്കാക്കരുത്. കൂടാതെ ഭരണാധികാരികൾ വിഷയത്തെ വസ്തുതാപരമായി പഠിക്കണമെന്നും നിരുത്തരവാദപരമായ പ്രസ്താവനകളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കണമെന്നും അൽ ഹസനി അസോസിയേഷൻ ആവശ്യപ്പെട്ടു. യോഗത്തിൽ താഹിർ അൽ ഹസനി ചേലക്കുളം, ആരിഫ് അൽ ഹസനി തിരുനാവായ, ഷിഹാബ് ബാഖവി പറവൂർ, ഹാഫിൾ ഇബ്രാഹിം അൽ ഹസനി, ത്വാഹ അൽ ഹസനി, ഫജറുദ്ദീൻ അൽ ഹസനി തുടങ്ങിയവർ സംബന്ധിച്ചു. പെരിയാർ വിഷനു വേണ്ടി അബ്ദുൽ ഖാദർ പേരയിലിനൊപ്പം രാജൻ തിരുവാല്ലൂർ.